Hello, guys. This is Jejalu in Jejalu Talks. സോ നമുക്കെല്ലാവർക്കും എന്തൊക്കെയോ നേടണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആകണമെന്നോ വലിയ ആഗ്രഹമുണ്ട്. വലിയ പൊസിഷനിൽ എത്തണം ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തിനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ മിക്കവർക്കും ഇല്ല. അല്ലെ? സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വെച്ചാല് 3 മെയിൻ പോയിന്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് നമുക്ക് ചിലപ്പോ ഒരു പാഷൻ കാണാം. ഈ ആൽഗോരിതം അല്ലെങ്കിൽ റീൽ സിനിമകളെല്ലാം ഈ പാഷനെ കൂടുതൽ പുഷ് ചെയ്യുന്ന സംഭവമാണ്. പാഷനെ ഫോളോ ചെയ്യൂ, നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്ന ഒരു ആൽഗോരിതമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ കണ്ടുവരുന്നത്. ആൻഡ് സെക്കൻഡ് ഡയറക്ഷനാണ് പാരന്റ്സ് പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയിക്കാം എന്നൊരു ഐഡിയ. ആൻഡ് ദെൻ ദർ ഇസ് ദ തേർഡ്, ദാറ്റ് ഈസ് ടു ഹാവ് എ പർപ്പസ്. ഓക്കെ. സോ ഈ രണ്ടെണ്ണം, ആദ്യത്തെ പാഷനെ ഫോളോ ചെയ്യുക എന്നുള്ളത് ആൽഗോരിതമിക് ആയിട്ട് അല്ലെങ്കിൽ സിനിമ വലിയ വലിയ കോട്സ് പറയുന്നതായിട്ട് നമ്മൾ ഭയങ്കര എന്താ അഡ്രിനാലിൻ റഷ് എന്ന് പറയത്തില്ലേ, ആ ഒരു സംഗതി ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് എന്ന് പറയുന്നത് പാരന്റ്സ് പറയുന്നത് കേൾക്കുക. അതിനെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മിക്ക ആൽഗോറിതമിക് ഫങ്ഷൻസും ഉണ്ടാകുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഓൺ പർപ്പസ്. അതിനെക്കുറിച്ച് കൂടുതൽ ആരും ഫോക്കസ് ചെയ്തിട്ടില്ല. ആൻഡ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഏത് ഫോളോ ചെയ്യണം എന്ന് ചോദിക്കുവാണെങ്കിൽ, ഐ വിൽ സേ ദാറ്റ് പാഷൻ എന്ന് പറയുന്നത് ഒരു എവർലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഭയങ്കരമായിട്ട് ഏജുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. അത് എവർലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷേ ഇതില് വേറിട്ട ആൾക്കാരുണ്ട്, ലൈക്ക് ഭയങ്കര ഒബ്സസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ചില സാധനത്തോട്. സോ അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ പാഷൻ. കാരണം ഒരു പാഷൻ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മ്യൂസിക് എടുക്കുക, ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അത്രമാത്രം നിങ്ങൾ ഒബ്സസ്ഡ് ആണെങ്കിൽ മാത്രം ആ ഒരു പാഷൻ എടുക്കുക. സ്പോർട്സ് ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ബാഡ്മിന്റൺ ആയിക്കോട്ടെ, നമ്മൾ പുറത്തുനിന്ന് പറയുമ്പോൾ എല്ലാം ഈസിയാണ്. പക്ഷെ അകത്ത് കയറുമ്പോഴാണ് അതിൻ്റെ ഒരു പാട് മനസ്സിലാവുന്നത്. ഈ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിന്റെ റിസ്കുകളും അതിന് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആൾക്കാർ ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അത് പിന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് യു മസ്റ്റ് ചൂസ് പാഷൻ. സെക്കൻഡ്, നമ്മൾ പാരന്റ്സിന്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ പാരന്റ്സ് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ആൻഡ് അത് സൊസൈറ്റി പറയുന്നത് തെറ്റാണെങ്കിലും, ബട്ട് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമ്മുടെ ഡിസിഷൻ ആണെങ്കില്ല, വി ഡോണ്ട് ഹാവ് ദ റിസ്ക്, വി ജസ്റ്റ് എന്താ പറയാ, ഒരു കംഫർട്ടബിൾ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തൂടെ പോകണം. അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക, അത് വേറെ പോയിന്റ് ആണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. ബട്ട് ഞാൻ ഒഫീഷ്യലി അല്ലെങ്കിൽ പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ, അതായത് ഒരു പർപ്പസ് കണ്ടെത്തുക എന്നുള്ളതാണ്. പർപ്പസിന് പല 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 പോസിറ്റീവ്സ് ഉണ്ട്. ഒരു പർപ്പസ് ആണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ബി എവർ ലാസ്റ്റിംഗ്. എവർ ലാസ്റ്റിംഗ് അല്ലെങ്കിലും നമുക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫേസ്ഡ് മോട്ടിവേഷൻ ആണ്. ഒരു ഡെഫിനറ്റ് ഫേസസിൽ നമുക്ക് മോട്ടിവേഷൻ വേണം പിന്നെ പിന്നെ വർക്ക് ചെയ്യാനായിട്ട്. അത് പർപ്പസ് ഫോളോ ചെയ്താൽ കിട്ടും എന്നൊരു ഐഡിയ അല്ലെങ്കിൽ തോന്നൽ എനിക്കുള്ളത്. ആൻഡ് നമുക്കറിയാം, പർപ്പസ് ഫോളോ ചെയ്താൽ തന്നെ പല ഡിഫറെന്റ് കാരിയേഴ്സ് ഇപ്പോൾ ഓപ്പൺ ആണ്. സോ കരിയറായി, സാലറീസ് ആയി, നമുക്ക് ഒരു ഡെഫിനറ്റ് മോട്ടിവേഷൻസ് ഉണ്ട്. ആൻഡ് ഇതിനപ്പുറത്തുള്ള പാഷൻ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ഒരു വർക്കായിട്ട് തന്നെ മാറും. പാഷൻ എന്ന് മാറി ആ ഒരു രസമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അത് വീണ്ടും ഒരു നോർമൽ വർക്കായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. കമ്മിങ് ടു പർപ്പസ്, അത് വീണ്ടും നമ്മളെ റീകിൻഡിൽ ചെയ്തുകൊണ്ടിരിക്കും, റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ ചൂസ് വൈസ്ലി ഓൺ യുവർ കരിയർ, ഓൺ യുവർ അംബിഷൻ. സോ എന്റെ പേഴ്സണൽ അഭിപ്രായം, ഗോ വിത്ത് പർപ്പസ്, ബട്ട് യു തിങ്ക് all these three and take a wise choice. Okay.